കായംകുളം എരുവ മന്നം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിൽ വിശ്വയോഗ ദിനാചരണം സംഘടിപ്പിച്ചു. പ്രശസ്ത യോഗ ട്രെയിനർ MS സിന്ധു ഉദ്ഘാടനം ചെയ്തു. എരുവ മന്നം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിൽ വിശ്വയോഗ ദിനാചരണം വിപുലമായി സംഘടിപ്പിച്ചു. സ്കൂൾ SMC ചെയർമാൻ D രാമാനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രശസ്ത യോഗ ട്രെയിനർ MS സിന്ധു ഉദ്ഘാടനം ചെയ്തു. കുട്ടികളാണ് ശരിക്കും യോഗ ചെയ്യേണ്ടത്. കുട്ടികളും പ്രായമുള്ളവരും, പക്ഷേ കുട്ടികളിലെ കൊടുത്താലേ മുതിർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ യോഗ ഒരു ദിനചര്യ പോലെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. യോഗ എന്ന് വെച്ചാൽ യുജ് എന്ന പദത്തിൽ നിന്നാണ് യോഗ എന്ന പദം ഉണ്ടായത്. ഇത് 5000 വർഷം മുമ്പ് പതഞ്ജലി മഹർഷി രൂപപ്പെടുത്തിയെടുത്തതാണ് ഈ യോഗാസനങ്ങളും പ്രാണായാമങ്ങളും. അത് അഷ്ടാംഗ ഹൃദയം എന്ന പുസ്തകത്തിൽ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഇതിലെ 2 കാര്യങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആസനാസും പ്രാണായാമവും ഇത് രണ്ടും നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകണം. അതായത് യോഗ എന്ന് വെച്ചാൽ ഈ ശരീരവും മനസ്സും ആത്മാവും തമ്മിൽ ലയിക്കുന്നതാണ് യോഗ. യോഗയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനിയും പുതിയ പണ്ട് പോലെ ഓരോ മനുഷ്യർ കണ്ടുപിടിച്ച കാര്യങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ പിന്നെയും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യോഗ എന്ന് വെച്ചാൽ മീറ്റിംഗ് എന്നാണ് അർത്ഥം. അതായത് കൂടിച്ചേരൽ എന്നാണ്. യോഗയെ മനസ്സും ശരീരവും ആത്മാവും ചേരുന്ന ഒന്നാണ് യോഗ. ഓക്കെ, അപ്പം നമ്മൾ ഇന്നിവിടെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ മാക്സിമം ടൈമേ ഉള്ളൂ. അതിനുള്ളിൽ നമ്മൾ കുറച്ച് കുട്ടികൾക്ക് യോഗയുടെ ഒരു ചെറിയ ക്ലാസ്സും അതുപോലെ തന്നെ യോഗ പ്രാണായാമങ്ങളും കുറച്ച് യോഗാസനങ്ങളും മാത്രം ഇന്ന് ഇവിടെ ചെയ്യിപ്പിക്കുന്നു. പക്ഷേ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. നിങ്ങളുടെ ഓർമ്മശക്തി, നിങ്ങളുടെ ഓർമ്മശക്തി കൂട്ടാനും ടെൻഷൻ കുറയ്ക്കാനും നമുക്ക് ക്ഷമ വരാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവും. അതുപോലെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാനും, ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ ഒന്ന് ഊർജ്ജസ്വലതയാകാൻ, അവരുടെ മെമ്മറി പവർ കൂടാൻ, അവർക്ക് എനർജറ്റിക് ആകാൻ, പ്രായമുള്ളവർക്ക് അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാനും, കുറച്ചും കൂടെ നമ്മുടെ ഓൾഡ് ഏജിൽ വരുന്ന അസുഖങ്ങളെ നമുക്ക് കുറച്ചുകൂടെ മാറ്റി പിടിക്കാനും നമുക്ക് യോഗ കൊണ്ട് സാധിക്കും. യോഗ ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിൽ ഒരു അസുഖവും വരില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ നമുക്ക് വരുന്ന അസുഖങ്ങളെ നമുക്ക് കുറച്ചും കൂടെ മാറ്റി നിർത്താൻ സാധിക്കും യോഗ ചെയ്തു കഴിഞ്ഞാൽ. സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്ന ഒരാൾക്ക്. സ്കൂൾ മാനേജർ S മോഹനൻപിള്ള ദീപപ്രോജ്വലനം നിർവഹിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ഇന്ന് ആചരിക്കുകയാണ്. അതിനു മുന്നോടിയായിട്ട് മന്നം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതനിലും ഇന്ന് യോഗാ ദിനം ആചരിക്കുന്നു. ഇവിടുത്തെ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും 2014 ജൂൺ മാസം 21-ാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിജി ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഈ ദിനം ഇന്ന് ലോകമെമ്പാടും ഈ ദിനം വളരെ നല്ല രീതിയിൽ ആചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യോഗ എന്തുകൊണ്ടും മനസ്സിനും ശരീരത്തിനും ഇന്നത്തെ ഈ വളർന്നു പിടിച്ചിരിക്കുന്ന മാരകമായ രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉത്തമ ഔഷധമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ ഈ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലോകമെമ്പാടുമുള്ള ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ഞങ്ങളും ഇന്നിത് ആഘോഷിച്ച് മുന്നോട്ട് പോവുകയാണ്. ഭാരതീയ വിദ്യാനികേതൻ മന്നം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതനിലെ രക്ഷകർത്താക്കളും അധ്യാപകരും കുഞ്ഞുങ്ങളും മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും സംയുക്തമായിട്ട് ഇന്നത്തെ ഈ ദിനത്തെ ആചരിച്ചുകൊണ്ടിരിക്കും. വിദ്യാലയ സമിതി സെക്രട്ടറി പ്രഭാഷ് പാലാഴി, പ്രിൻസിപ്പൽ M കൃഷ്ണപ്രസാദ്, സ്കൂൾ ഹെഡ് മിസ്സസ് ഷീല, മാതൃസമിതി പ്രസിഡന്റ് ശ്രീലത തമ്പി, ലക്ഷ്മി നന്ദിനി, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ അപ്പുക്കുട്ട നായർ, ബിജു ആമ്പക്കാട്, മന്മഥൻ, വിശ്വനാഥൻ നായർ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ യോഗ, മാതൃസമിതി അംഗങ്ങളുടെ യോഗ എന്നിവയും നടന്നു.
CD നെറ്റ് ന്യൂസ് കായംകുളം.